ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പൊ നമ്മള് പപ്പയുടെയും കുഞ്ഞമ്മയുടെയും വീടിന്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ അവരുടെ പുതിയ ഫ്ലാറ്റ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇനി പഴയ ഒരു ഫ്ലാറ്റിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെയാണ് കുഞ്ഞമ്മയുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് എല്ലാവരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടുന്ന് പഴയ ഫ്ലാറ്റിലേക്ക് നടക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു നടന്നു പോവാം, കാരണം എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ പോകുമ്പോൾ അതൊരു വൈബ് തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങള് നടന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് അങ്ങോട്ട് പോവാണ്. ദക്ഷുനാണെങ്കിൽ ഇവിടെ പോയാലും ഭയങ്കര ഓട്ടമാണല്ലോ. അങ്ങനെ എന്തായാലും നമ്മള് വിഷ്ണു ഏട്ടനൊക്കെ കുഞ്ഞിലേ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ. അപ്പൊ അവര് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴേ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അയ്യോ കുഞ്ഞമ്മ ഇത് പഴയ ആ ഒരു സ്ഥലങ്ങളൊക്കെ തന്നെ ആണല്ലോ, പക്ഷെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞമ്മയുടെ പഴയ വീട്. അപ്പം ഇത് ഏകദേശം ഒരു 4 നിലയോളം ഉണ്ട്. ഈ 4 നിലയും അവര് റെന്റിന് കൊടുത്തിരിക്കുവാണ് കേട്ടോ. അപ്പൊ 4 നിലയിലും ഫാമിലീസ് ഉണ്ട്. അപ്പൊ ഇപ്പം റീസെന്റ് ആയിട്ട് 2 നിലയിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി 2 നിലയിലുള്ളവർ ജോലിക്ക് എന്തോ പോയിരിക്കുവാണ്. അപ്പൊ നമ്മൾ പുറത്ത് നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ അതിനുശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം നമ്മൾ ബാംഗ്ലൂരുള്ള ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നേരിട്ട് നമ്മൾ കണ്ടതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളുമാണ്. തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കല്യാണ വീടാണ് കേട്ടോ. ഇതാണ് കല്യാണ വീട്. അപ്പം അവരുടെ വീടിന് മുറ്റത്ത് കുറച്ച് കോലവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓല വെച്ചിട്ട് മുടഞ്ഞ് കുറച്ച് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറി ഒന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. ദക്ഷു ഷൂ ഇട്ടുകൊണ്ട് ഷൂ ഊരാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, ഊരണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് ഇറങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മയും പ്രാർത്ഥിക്കുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങളും പോയി ഒന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരന്റെ വീട്ടിൽ വന്നു കേട്ടോ. ഇതാണ് മൂത്ത സഹോദരൻ. സഹോദരന്റെ മകളാണ് കേട്ടോ അത്. ആളും പ്രഗ്നന്റ് ആണ്, 5 മന്ത് ആണ്. അപ്പം നല്ല ടി വിയിൽ സീരിയലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മലയാളികൾ മാത്രമല്ല, അങ്ങറ്റത്തുള്ള ബാംഗ്ലൂരുള്ളവരും കറക്റ്റായിട്ട് സീരിയലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചിനി നമ്മൾ കുഞ്ഞമ്മയുടെ ഫ്ലാറ്റിലോട്ട് പോവാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ദക്ഷുവിനാണെങ്കിൽ ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അവന് പടക്കം അപ്പോഴും നമ്മൾ കൊടുക്കണം. നമ്മൾ ഇവിടുന്ന് പടക്കം കൊടുക്കാനായിട്ട് ദീപാവലിയൊക്കെ ആണെങ്കിൽ അവിടെ കാണും. അവിടെയും ഓരോ സീസണിലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിലെത്തി. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും വന്ന് കയറിയ ക്ഷീണത്തിൽ കുറച്ചിങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറയാലോ, എല്ലാവരും നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ്, ട്രിപ്പാണോ പോകുന്നത്, എവിടേക്കാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി പപ്പയും അച്ചുവും കൂടി നമുക്ക് തന്നെ പോപ്കോൺ ഒക്കെ റെഡിയാക്കിക്കൊണ്ട് തന്നു. ഇനി നമ്മളത് കഴിക്കുവാണ് കേട്ടോ. ഇനി രാത്രിയിലേക്ക് നമ്മൾ ദാണ്ടെ അപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. കറി പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. കടലക്കറിയും അപ്പവും കടലക്കറിയും ആണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഓരോ അപ്പത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരു വാഴയിലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് വരട്ടി എടുത്തു കേട്ടോ. നമ്മൾ രാത്രി ആ ഫുഡാണ് കഴിക്കുന്നത്. തൊണ്ട ചെറുതായിട്ടൊന്ന് ഇടറി ഗൈസ്. അങ്ങനെ എന്തായാലും പിന്നെ കുഞ്ഞമ്മയും അമ്മ ഒന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവർ പുറത്തൊരു സിസ്റ്റർ ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പോൾ അവരുടെ പള്ളിയില. അപ്പോഴത്തേക്ക് അവർ പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഓരോ അപ്പത്തിന്റെ അടിയിലും ഓരോ ഇല പോലെ ഇങ്ങനെ വാഴയില വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോന് പുറമേ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചോറും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഉച്ചയ്ക്ക്